ഇൻഫ്ലുവൻസറായും ഡാൻസറായും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന താരമാണ് ദിയ കൃഷ്ണ. നടൻ കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകളും നടി അഹാന കൃഷ്ണയുടെ അനിയത്തിയുമാണെന്ന ലേബലിൽ നിന്നൊക്കെ മാറി സ്വന്തമായൊരു പേര് നേടിയെടുക്കാൻ ദിയയ്ക്ക് സാധിച്ചിട്ടുണ്ട്. കൃഷ്ണകുമാറിന്റെ 4 പെൺമക്കളിൽ ഏറ്റവും വ്യത്യസ്തയും ഓസി എന്ന് വിളിക്കുന്ന ദിയ തന്നെയാണ്. സുഹൃത്തുക്കളിൽ ഒരാളായ അശ്വിൻ ഗണേഷുമായി പ്രണയത്തിലായ ദിയ വീട്ടുകാരോട് ഇതേക്കുറിച്ച് പറയുകയായിരുന്നു. നിന്റെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ തന്നെ ആകട്ടെ എന്ന് പറഞ്ഞ അച്ഛനാണ് തന്റെ വിവാഹത്തിന് സമ്മതം പറഞ്ഞതെന്ന് മുൻപൊരിക്കൽ ദിയ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് അശ്വിനൊപ്പമുള്ള പ്രപ്പോസൽ വീഡിയോയും വിവാഹത്തിനുള്ള ഒരുക്കങ്ങളുമൊക്കെ താരപുത്രി കാണിച്ചിരുന്നു. കഴിഞ്ഞ സെപ്റ്റംബറിൽ വിവാഹിതയായ ദിയ ഇപ്പോൾ ഭർത്താവിനൊപ്പം സന്തുഷ്ടയായി ജീവിക്കുകയാണ്. വൈകാതെ ഒരു കുഞ്ഞുവാവ കൂടി ജീവിതത്തിലേക്ക് വരുമെന്നുള്ളതാണ് പുതിയ വിശേഷം. ഗർഭിണിയായതിനു ശേഷമുള്ള ജീവിതത്തെക്കുറിച്ചാണ് കഴിഞ്ഞ കുറച്ചു നാളുകളായി താരപുത്രി പറയാറുള്ളത്. ഇപ്പോഴിതാ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയതും അവിടെ നിന്ന് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കുന്നതിനെ പറ്റിയുമൊക്കെ പറഞ്ഞാണ് പുതിയ വീഡിയോയുമായി ദിയ എത്തിയിരിക്കുന്നത്. ഞാനിപ്പോൾ അശ്വിന്റെ വീട്ടിലാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ദിയ വീഡിയോയിൽ സംസാരിച്ചു തുടങ്ങുന്നത്. എന്റെ 5-ാം മാസത്തെ പൂജാ ചടങ്ങിൽ സ്റ്റേജിലിരുന്ന് ഞാൻ എന്തോ തിന്നുന്നത് എല്ലാവരും കണ്ടിട്ടുണ്ടാകും. അത് മൈസൂർ പാക്കാണ്. പൂജ നടക്കുമ്പോൾ ഞാനത് തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അശ്വിന്റെ അമ്മയും അമ്മയുടെ അനിയത്തിയും ചേർന്നാണ് അത് ഉണ്ടാക്കിയത്. ഞാൻ വളരെ അപൂർവമായിട്ടാണ് മധുരം കഴിക്കാറുള്ളത്. അതിൽ ഏറ്റവും ടേസ്റ്റ് ഉള്ളതായി തോന്നിയ മൈസൂർ പാക്കായിരുന്നു അമ്മ ഉണ്ടാക്കിയത്. ഗീ മൈസൂർ പാക്കാണത്. പുറത്തുനിന്ന് പോലും ഇത്രയും ടേസ്റ്റ് ഉള്ളത് കിട്ടിയിട്ടില്ല. ഇത് പ്രൊമോഷന് വേണ്ടി വെറുതെ പറയുന്നതല്ല. കഴിച്ചു നോക്കിയാലേ ടേസ്റ്റ് മനസ്സിലാവുകയുള്ളൂ. എന്റെ വീട്ടിലും ഇത് കൊണ്ടുപോയിരുന്നു. അച്ഛനും അമ്മയ്ക്കും അനിയത്തി ഹൻസുവിനുമൊക്കെ വലിയ ഇഷ്ടമായി. വീണ്ടും എനിക്കത് കഴിക്കാൻ കൊതി വന്നതോടെ ഉണ്ടാക്കി തരാമോ എന്ന് അശ്വിന്റെ അമ്മയോട് ചോദിച്ചു. അവരത് ചെയ്യാമെന്നും പറഞ്ഞു. അങ്ങനെ മൈസൂർ പാക്ക് ഉണ്ടാക്കുന്ന വീഡിയോയാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നതെന്നാണ് ദിയ പറയുന്നത്. അശ്വിന്റെ അമ്മയുടെ ബിസിനസ് സംരംഭമായ മീനമ്മാസ് കിച്ചണിൽ വൈകാതെ ഇതുകൂടി ഉൾപ്പെടുത്തും. വിഷുവിന് മുൻപ് തന്നെ ഉണ്ടാകുമെന്നും ദിയ കൂട്ടിച്ചേർത്തു. അമ്മായിയമ്മയ്ക്ക് പൊങ്കലിനോടനുബന്ധിച്ച് താൻ ഒരു സാരി വാങ്ങിക്കൊടുത്തെന്നും താരപുത്രി സൂചിപ്പിച്ചു. അമ്മ ഇതുവരെ ഉടുത്തു കണ്ടിട്ടില്ലാത്ത പർപ്പിൾ കളറിലുള്ള സാരിയാണ് വാങ്ങിയത്. തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാരിയുടെ കളക്ഷനിൽ നിന്നും ഒരെണ്ണം അമ്മായിയമ്മയ്ക്ക് കൂടി സെലക്ട് ചെയ്ത് കൊടുത്തതാണെന്നും ദിയ പറയുന്നുണ്ട്. അങ്ങനെ ഗർഭിണിയായ മരുമകളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട മധുര പലഹാരമാണ് അശ്വിന്റെ അമ്മ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ അമ്മായിയമ്മയുടെയും മരുമകളുടെയും സ്നേഹത്തെക്കുറിച്ചുള്ള കമന്റുകളും വരികയാണ്. ഇത്രയും സൗഹൃദത്തോടെ ഇടപെടാൻ കഴിയുന്നതാണ് നിങ്ങളുടെ ബന്ധത്തിലെ ഏറ്റവും സുപ്രധാന കാര്യം. സ്നേഹിച്ച് വിവാഹം കഴിച്ചവരാണെങ്കിലും കുടുംബത്തിന്റെ എല്ലാ പിന്തുണയും ഇരുവർക്കും ഉണ്ടായിരുന്നു. അശ്വിനെ കുറിച്ച് വീട്ടിൽ പറഞ്ഞപ്പോൾ തന്നെ എങ്കിൽ വിവാഹത്തിന്റെ കാര്യങ്ങൾ നോക്കാമെന്നാണ് പിതാവ് തന്നോട് പറഞ്ഞതെന്ന് ദിയ സൂചിപ്പിച്ചിരുന്നു. അമ്മയ്ക്ക് പെട്ടെന്ന് വിവാഹം എന്ന് കേട്ടപ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും അച്ഛൻ ഇക്കാര്യത്തിൽ ഉറച്ചു നിന്നു. അവൾക്ക് ഇഷ്ടമാണെങ്കിൽ അതുപോലെ നടക്കട്ടെ, അതിൽ കൂടുതൽ അഭിപ്രായമൊന്നും നോക്കാനില്ല എന്നാണ് ദിയ പറഞ്ഞത്. അങ്ങനെ കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു അശ്വിനുമായിട്ടുള്ള ദിയയുടെ വിവാഹം. അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളെല്ലാം ഇരുവരും ഒരുമിച്ചാണ് ചെയ്തത്. വിവാഹത്തിനുള്ള വസ്ത്രം മുതൽ വിവാഹ വേദിയും മറ്റു കാര്യങ്ങളുമൊക്കെ അശ്വിനും ദിയയും അവരുടെ ഇഷ്ടത്തിന് പ്ലാൻ ചെയ്തു. നാട്ടുകാരെയും സിനിമാ താരങ്ങളെയും വിളിച്ചുകൂട്ടി വലിയ താരവിവാഹമാക്കാതെ സിമ്പിളായിട്ടൊരു വിവാഹമാണ് പ്ലാൻ ചെയ്തത്. അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. വിവാഹം കഴിഞ്ഞ് ദമ്പതികൾ ഏറിപ്പോയത് അവരുടെ ഫ്ളാറ്റിലേക്കാണ്. ഇരുവരും ഒരുമിച്ച് ജീവിക്കുന്നതിന് വേണ്ടി വാടകയ്ക്ക് ഒരു ഫ്ളാറ്റ് എടുത്തിരുന്നു. അങ്ങനെ അവിടെയാണ് ആദ്യരാത്രി മുതലുള്ള ജീവിതം ആരംഭിച്ചത്. ശേഷം നേരത്തെ പ്ലാൻ ചെയ്തിരുന്നതുപോലെ ഹണിമൂണും മറ്റ് ആഘോഷങ്ങളുമൊക്കെ ജീവിതം ആരംഭിച്ചു. വിവാഹം കഴിഞ്ഞ ഉടനെ കുഞ്ഞിനെക്കുറിച്ച് ആലോചിക്കുമെന്ന് നേരത്തെ ദിയ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ തീരുമാനിക്കുകയും ദിയ ഗർഭിണിയാവുകയും ചെയ്തു.